നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി, പക്ഷേ സാവകാശം കിട്ടുന്നില്ല. ഇപ്പോഴും ശരിക്കും സാവകാശം കിട്ടിയിട്ടല്ല, ഞാനിതങ്ങ് എന്തെങ്കിലും പറയാമെന്ന് വിചാരിക്കുക. പിന്നീട് സമയം കിട്ടിയാൽ വീണ്ടും നല്ലൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴും നിങ്ങൾ കാണുക. ഇതിനേക്കാൾ ചിലപ്പോൾ കൂടുതൽ ആശയങ്ങൾ ആ വീഡിയോയിലുണ്ടാവും. ഇപ്പോൾ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന ആശയങ്ങൾ അങ്ങ് പറയുകയാണ്. ഇത് പ്രത്യേകം തയ്യാറെടുപ്പുകളോ എഡിറ്റിങ്ങോ ഒന്നും കൂടാതെ ഉള്ളതാണ്. അതുകൊണ്ട് അല്പാൽപ്പം ഇടവേളകൾ വരും. അത് സഹിച്ച് നിങ്ങൾ കേൾക്കണം. കാരണം നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം, അതിനുള്ള പ്രതിവിധി അറിയുക എന്നുള്ളത് നമ്മുടെ ബുദ്ധിമുട്ടാണ്. അതിന് മറ്റെല്ലാ വീഡിയോകളും ഒഴിവാക്കി, സമയങ്ങൾ ഒഴിവാക്കി ഇത് കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം വിചാരിക്കും നമുക്ക് എന്തുകൊണ്ട് പണം ഉണ്ടാകുന്നില്ല. ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പണമില്ലായ്മ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട്. ഒരു 5 പൈസ കിട്ടാൻ വേണ്ടി ഒരു മുട്ടായി വാങ്ങാനൊക്കെ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രയാസപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചോദിക്കാൻ പറ്റിയല്ല. ചോദിച്ചാൽ അടിക്കും, അച്ഛനെ അടിക്കും. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഭാഗ്യത്തിന് അവിടെ ഇവിടെയൊക്കെ 2 പൈസ 1 പൈസ ഒക്കെ കിട്ടി അത് കൂട്ടി വെച്ചെടുക്കുകയാണ് ചിലപ്പോൾ ഒരു മുട്ടായി വാങ്ങിക്കുന്നത്. പിന്നെ ബാലരമയൊക്കെ അടുത്തു നിന്നൊക്കെ ആരോടെങ്കിലുമൊക്കെ കെഞ്ചി കടം വാങ്ങിയാണ് വായിക്കുന്നത്. അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്താ ഇതിന് കാരണമെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് വളർന്നു വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഷടാ നമ്മൾ വലിയ പണക്കാരായിരുന്നു. അന്ന് വളരെയധികം സുഖിച്ച് ജീവിച്ച് മതിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ പണമില്ലാതൊക്കെ ബുദ്ധിമുട്ടുന്നതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ പലരും ചോദിക്കും, ഈ നമ്മൾ കഴിഞ്ഞ ജന്മം സുഖിച്ച് ജീവിച്ചതിന് എന്താ കുറ്റം, ഇപ്പം എന്താ പണമില്ലാത്ത? അന്നങ്ങനെ സുഖിച്ച് ജീവിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്ക് പലവിധ അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ള സമയത്താണ് നമ്മൾ മരിക്കുന്നത്. നമുക്ക് പലവിധ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ആ ഒരു സാധ്യതയുടെ ഇടയ്ക്കാണ് നമ്മൾ മരിക്കുന്നത്. അഥവാ അതിൻ്റെ തുടക്കത്തിലാണ് മരിക്കുന്നത്. നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും അവസ്ഥകളും എല്ലാം നമ്മുടെ ശരീരത്തിനും ആത്മാവിനും ബാധകമാണ്. അത് പുനർജനിക്കുമ്പോൾ നമുക്കത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ചിലർ രോഗങ്ങളൊക്കെ മരിക്കുമ്പോൾ തീർന്നില്ലേ, പിന്നെ നല്ലതായിട്ടല്ലേ ജനിക്കുകയുള്ളൂ, ദൈവം അതിനാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ അസുഖങ്ങളൊക്കെ ചെന്ന് തീർത്ത ഭഗവാനല്ലേ മുകളിൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറ്റിക്കൊള്ളും എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ ആരുടെയും ഒരു അസുഖവും ഒരു ദൈവവും മാറ്റുകയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ആത്മാവാണ്. ദൈവവും നമ്മളും ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും ഒരേ തരത്തിൽപ്പെട്ട അനന്തകോടി ആത്മാവുകളാണ്. എല്ലാം തനിയെ ജനിക്കുന്നതാണ്. ചിലർ മനുഷ്യനാകും, മൃഗമാകും, സസ്യങ്ങളാകും, നക്ഷത്രങ്ങളാകും, ചന്ദ്രനാകും, മണ്ണാകും, കല്ലാകും, ജലമാകും, വായുവാകും, സൂക്ഷ്മജീവികളാകും. എല്ലാം ഒരേ തരത്തിൽപ്പെട്ട ആത്മാവുകൾ സ്വന്തം കഴിവനുസരിച്ച് ജനിക്കുന്നതാണ്. ഇതൊരു പ്രധാന പോയിൻ്റാണ്. പക്ഷേ എങ്കിലും നമ്മുടെ ആത്മാവ് നമ്മളെ രക്ഷിക്കാനെ കൊണ്ട് പലവിധ പണികളും ചെയ്യും. നമ്മൾ ഒരുപാട് സുഖിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനും ശരീരത്തിനും രോഗങ്ങളുണ്ടാകും. ഒരുപാട് കാലം സുഖിച്ച് ജീവിച്ച് മരിച്ചു കഴിയുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ ജനിച്ചാൽ നമ്മുടെ ശരീരവും ആത്മാവും വീണ്ടും ഒരുപാട് തരത്തിൽ ദുഷിക്കും. അങ്ങനെ ദുഷിക്കാതിരിക്കാൻ, പണക്കാരനാകാതിരിക്കാൻ നമ്മൾ മോശപ്പെട്ട രീതിയിൽ ജനിക്കും, പാവങ്ങളായിട്ട് ജനിക്കും. അങ്ങനെയാണ് നമ്മളിൽ പലരും പാവങ്ങളാകുന്നത് എന്നാണ് ആത്മീയ പഠനത്തിലൂടെ എനിക്ക് മനസ്സിലായത്. ഞാനിത് പഠിക്കാൻ കാര്യം, ഞാനും വലിയൊരു നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു.
ഇതെന്താ എനിക്ക് പണമില്ലാത്തത്? ചിലർ നമുക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാകുന്നു, സന്തോഷിച്ച് ജീവിക്കുന്നു, എനിക്കത് സാധിക്കുന്നില്ല. എനിക്കൊരു 5 പൈസ ചോദിക്കുമ്പോൾ അടിയാണ്. എന്താണ് ഇതിന് കാരണം? ചിലർക്ക് ആണെങ്കിൽ അപ്പനും അമ്മയും ഒക്കെ ഇഷ്ടം പോലെ പണം കൊടുത്ത് പിള്ളേരൊക്കെ മുട്ടായി വാങ്ങിച്ചു തിന്നുന്നു, ബാലരമ വായിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. എനിക്കതൊന്നുമില്ല. എനിക്കത് വലിയ പ്രയാസം ഉണ്ടായി. അത് ഒക്കെ എന്താ കാരണമെന്ന് ഞാൻ അന്ന് മുതലേ ആലോചിച്ചു. പക്ഷെ കിട്ടിയില്ല. പിന്നീട് കുറച്ച് വളർന്നു വരുന്നപ്പോഴാണ് ഈ പുനർജന്മത്തെക്കുറിച്ചും മറ്റും മനസ്സിലാക്കിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുനർജന്മത്തിൽ പണക്കാരനായിരുന്നുകൊണ്ടാണ് ഇങ്ങനെ ജനിക്കുന്നത്. ഇതിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ, നമ്മുടെ ആത്മാവും മനസ്സും നശിച്ചു പോകാതിരിക്കാനാണ് നമ്മൾ പാവപ്പെട്ടവനായി ജനിക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിലുണ്ട്, ആത്മാവിലുണ്ടെങ്കിൽ നമ്മളൊരു പണക്കാരനായി ജനിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ വീണ്ടും നല്ല നല്ല ആഹാരങ്ങൾ കഴിച്ച് ഉന്മാദിച്ച് നമ്മുടെ ആത്മാവും ശരീരവും ജീർണിക്കും. മനസ്സിനുണ്ടാകുന്ന ജീർണതയാണ് ശരീരത്തിനുണ്ടാകുന്നത്. ശരീരത്തിൻ്റെ ജീർണത മനസ്സിനെയും ബാധിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അല്ല ശരീരം മാത്രം ജീർണിക്കുകയും മനസ്സ് നല്ലതായിട്ടിരിക്കുകയും ചെയ്യുകയില്ല. അല്ലെങ്കിൽ മനസ്സ് നല്ലതായിരിക്കും, ശരീരം ജീർണതയിലെത്തുകയോ ഒന്നും ചെയ്യില്ല. രണ്ടും സമാസമമായിട്ട് ഒന്നിച്ചാണ് നിൽക്കുന്നത്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കണം. ഇതിനെപ്പറ്റിയൊന്നും വിശദമായി മനസ്സിലാക്കാതിരുന്നതിൻ്റെ കാരണം നമ്മളാരും ഇതൊന്നും പഠിക്കുകയില്ല. പഠിക്കണമെങ്കിൽ ദക്ഷിണ കൊടുക്കണം. ആരെങ്കിലുമൊക്കെ എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ചവരൊക്കെ ഇത് പഠിപ്പിക്കും. പക്ഷെ ആരും ദക്ഷിണ കൊടുക്കില്ല. ലാസ്റ്റ് അവൻ്റെ പണി നിർത്തി വല്ല കിളയ്ക്കാനോ വെള്ളം കോരാനോ ഒക്കെ പോയി നടക്കും. എന്നെപ്പോലെ തന്നെ ഞാനിത് പഠിച്ചിട്ട് ഇങ്ങനെ വെള്ളം കോരി കഷ്ടപ്പെട്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ചിലർ വിചാരിക്കും, എടാ ഇവൻ ഇതെല്ലാം പഠിച്ചെങ്കിൽ ഇവൻ വലിയ ആളാകേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചാൽ, ഞാനിത് പഠിച്ചു വന്നപ്പോഴത്തേനും പ്രായമായി, പിന്നെ അധ്വാനിച്ചത് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് പഠിച്ചെന്ന് വിചാരിച്ചാലും നല്ലതാവില്ല. പഠിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സമയമൊക്കെ ഏകദേശം എനിക്ക് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിത് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളിൽ നിന്ന് ഒരു ചെറിയ ഫീസ് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് പണ്ട് മുതലേ ആരെയും പഠിപ്പിക്കാൻ ഞാൻ. ഇപ്പോഴെന്നാൽ ഒരാൾ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾ മാന്യമായിട്ട് ഫീസ് കൊടുക്കണം. ഫീസ് കൊടുത്തെങ്കിൽ ഇത് അടുത്ത ജന്മങ്ങളിൽ ഓർമ്മ വരികയുള്ളൂ, അങ്ങനെ നമുക്കിത് പ്രയോജനം ചെയ്യുകയുള്ളൂ. ഇപ്പോൾ പലരും ഉയർന്ന നിലയിലൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ഈ അറിവ് നേടി, പക്ഷേ അവർ ഫീസ് കൊടുത്തില്ല. അതുകൊണ്ട് അവർ ഉയർന്നു, വലിയ സിനിമാ താരം, പാട്ടുകാർ, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ആയി. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് ഓർമ്മയില്ലാത്ത കാരണം അവരവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതമാണ് നയിക്കുന്നത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഓർമ്മ കിട്ടാത്തതുകൊണ്ടാണ്. അവർ ജ്ഞാനമുള്ളവരായിരുന്നു, കഴിഞ്ഞ ജന്മം ജ്ഞാനം നേടി പ്രവർത്തിച്ചു, അതിൻ്റെ ഫലമായിട്ട് അവർ ഈ ജന്മം ഉയർന്നു. ജ്ഞാനം നേടിയാൽ അതേ ജന്മം തന്നെ ഒരുപാട് ഉയരാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പണം സമ്പാദിക്കുന്ന പോലെയാണ്. നമ്മൾ പണം സമ്പാദിച്ച് 10 രൂപ, 100 രൂപ, 1000 രൂപ കിട്ടുമ്പോൾ അന്നേരം തന്നെ അത് ഉപയോഗിച്ചാൽ നമുക്ക് ബാലൻസ് ഉണ്ടാവുമോ? അതുപോലെയാണ് കർമ്മങ്ങൾ നമ്മൾ നേടി വെച്ചെങ്കിലേ നമുക്ക് നല്ലൊരു ജന്മം കിട്ടുകയുള്ളൂ. അങ്ങനെ അത് മനസ്സിലാക്കി ജീവിച്ചവരാണ് ഇന്ന് വലിയ ഗായകരും അഭിനേതാക്കളും വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷെ അവരത് ഇപ്പോഴത് ഓർക്കുന്നില്ല, കാരണം അവർ ഫീസ് കൊടുത്തില്ല. അതുപോലെ ആകാതിരിക്കാൻ നിങ്ങൾ ഫീസ് തരിക. എൻ്റെ നമ്പർ ഇതാണ് 9982 982 ഒരിക്കൽ കൂടി പറയാം, 9961882904. കമൻറ്റ് ബോക്സിനകത്തും ഈ നമ്പറിൽ രേഖപ്പെടുത്താം.
അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളാൽ കഴിവുള്ള ചെറിയ ഫീസ് അയക്കുക. ഇത് തവണകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനായിട്ട് ചെറിയ ഫീസ് അയക്കുക. അല്ലാതെ എനിക്ക് വേറെ എന്ത് മാർഗമുണ്ട്? ഞാനിത് ചന്തപ്പുറത്ത് നിന്ന് പ്രസംഗിച്ചാൽ ഇന്ന് ആരെങ്കിലും കേൾക്കുമോ? വീടുകളിൽ വന്നാൽ ആരെങ്കിലും ഗേറ്റ് തുറന്നു തരുമോ? കള്ളനായിരിക്കും എന്ന് വെച്ചാൽ എല്ലാവരും അടിച്ചു ഓടിക്കും. അതുകൊണ്ട് എനിക്കും യാതൊരു മാർഗവുമില്ല നിങ്ങളിൽ ഇത് എത്തിക്കാൻ. അതുകൊണ്ട് യൂട്യൂബിലൂടെ പറയുകയാണെന്ന് വിചാരിച്ച് അയ്യോ ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ ചുമ്മാ അങ്ങനെ പറയുന്നതല്ലേ എന്നൊക്കെ വിചാരിക്കും എന്ന് വിചാരിക്കുകയും ചെയ്യും. അത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അത് തെറ്റാണ്. അങ്ങനെ പ്രാവർത്തികമായാൽ അടുത്ത ജന്മം അതിൻ്റെ പ്രയോജനം പൂർണ്ണമായും ലഭിക്കുകയില്ല. നിങ്ങളിത് കേട്ട് നല്ലതായിട്ട് ജീവിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ലതാകും. പക്ഷേ ഈ ഫീസ് കൊടുക്കാഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം വേണ്ട വിധത്തിൽ കിട്ടുകയില്ല. ഫീസ് കൊടുത്താലുള്ള പ്രയോജനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലും ആത്മാവിലും ഒരു ചെറിയ മുറിവുണ്ടാകും. ആ മുറിവിലേക്ക് ഈ അറിവ് ചെല്ലുമ്പോൾ അത് അവിടെ അടുത്ത ജന്മങ്ങളിൽ ഓർക്കാനുള്ള ഒരു സാധ്യതയായി തീരുകയാണ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.